ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസം. ഇവനെയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട വാക്കുകൾ എന്താണെന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഒരു വിഷയം നടന്നിട്ട് എന്താണ് നമ്പ് പോലെ ഇരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ ശിരൂരിൽ മണ്ണിടിച്ചിൽ ഒരു പയ്യൻ കാണാണ്ടായിട്ട് കാര്യങ്ങളെല്ലാം ലാഗ് ആവുന്നു, എക്സ്ക്യൂസസ് പറയുന്നു, വേണ്ട സേന പവർ കാര്യങ്ങളൊന്നും ഇറക്കുന്നില്ല, അതിനെപ്പറ്റി ചോദ്യം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കയ്യേറ്റം. എന്താ അപ്പം അത് വെള്ളരിക്കപ്പെടണോ? കയ്യേറ്റവും കാര്യങ്ങളെല്ലാം ചൂടായിട്ട് സംസാരിക്കുന്നു. ഒരു ഇത് മുതലാളിക്കാണോ വണ്ടി ഉടമയ്ക്കാണോ പവർ? അതൊന്നല്ല, മുതലാളിക്കും വണ്ടി നിങ്ങളങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഒരു മനുഷ്യൻ മരണത്തോട് മണ്ണിൻ്റെ ഇടയിൽ മല്ലിടുമ്പോൾ അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ ഇദ്ദേഹത്തിന് എന്ത് തൊലിക്കട്ടിയാണ് അവിടെ വന്നിട്ട് സെൽഫി എടുക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ തെരച്ചിൽ തുടങ്ങിയെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണോ വി ആർ ഹിയർ എന്നുള്ള രീതിയിൽ ഒരു പവർ കാണിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവരുടെയൊക്കെ അച്ഛനോ അമ്മയോ മരിച്ചു, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആണ് മണ്ണിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മകളോ ആരെങ്കിലും വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഇമ്മാതിരി സെൽഫി എടുക്കാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാവുമോ? ലെവലേശം ആ മണ്ണ് ഇടിച്ചിൽ വന്നിരിക്കുന്ന ആ മണ്ണിനേക്കാളും ചെളിയാണ് ഇവന്മാരുടെ തലയിൽ. ഒരുത്തൻ അവിടെ കിടന്ന് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ സെൽഫി എടുത്തിരിക്കുന്ന ഇവരെയൊക്കെ എന്താണ് അക്ഷരാർത്ഥത്തിൽ തെറ്റാതെ വിളിക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോ കേൾക്കുന്ന ഓരോ മലയാളികളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക. അത് ആ പുള്ളിക്കുള്ള ഡെഡിക്കേഷനായിട്ട് നമുക്ക് അങ്ങോട്ട് സമർപ്പിക്കാം. കാരണം നമുക്ക് അവിടെ പോയിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. നമ്മളിവിടെ നമ്മുടേതായ രീതിയിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇവർക്കെതിരെ വോയിസ് റേസ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു സമാധാനമാണ്. ലൈക്ക് വി ആർ റേസിങ് ആ വോയിസ്. ഇപ്പോൾ പറഞ്ഞ മാതിരി പലർക്കും വോയിസ് റേസ് ചെയ്യാൻ പേടിയാണ്. എന്നാൽ പോലും വോയിസ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. കയ്യേറ്റം നടത്തുക, അത് ചെയ്യുന്നതിനേക്കാളും വോയിസ് റേസ് ചെയ്ത് ആ വോയിസ് റേസിങ് ത്രൂ ആക്ടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ എന്ത് ഒലക്കേമലത്തെ എന്ത് തേങ്ങ കാണിക്കാനാണ് ഇയാൾ ഈ സെൽഫി എടുത്ത് നിൽക്കുന്നത്? ഇയാൾ എന്താ ഉദ്ദേശിക്കുന്ന ഈ ഒരു സെൽഫി കൊണ്ട്? വി ആർ ഹിയർ എന്ന് ഉദ്ദേശിക്കാനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറ്റുമോ? നമ്മുടെ ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നമ്മുടെ ആരും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അപകടം അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ കണ്ടെന്നറിയുന്ന അവരെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഫ്ലഡ് വന്നപ്പോഴും കരിപ്പൂർ ഇഷ്യൂ വന്നപ്പോഴും ജോയുടെ ഇഷ്യൂ വന്നപ്പോഴും അങ്ങനെ പല ഇഷ്യൂസ് വന്നപ്പോഴും ഇപ്പോൾ ആരോഗ്യപരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആംബുലൻസ് എന്തൊക്കെ രീതിയിൽ കേരളം മലയാളികൾ ഒറ്റക്കെട്ടാതെ നിന്നിട്ടുണ്ടെന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കമൻറ്റിങ് സെക്ഷനിൽ ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത ഈ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക.